ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ബബ്ബ മൂവി കണ്ടേക്കുവാണ്. ഇന്നലെ ഇറങ്ങി, ഇന്നലെ തന്നെ പോയി കണ്ടു. അപ്പോൾ ഇന്നലെ തന്നെ റിവ്യൂ ചെയ്യാമെന്ന് ഓർത്താണ്, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം നടന്നില്ല. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് ഓർത്തു. മൂവി സംവിധാനം ചെയ്തേക്കുന്നത് ധനഞ്ജയ് ശങ്കറാണ്. സംവിധാനമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നാലും നോട്ട് സാറ്റിസ്ഫൈഡ്. പിന്നെ എഴുതിയിരിക്കുന്നത് ഫാഹിം സബറും പിന്നെ അതുപോലെ തന്നെ നൂറിൻ ഷെറീഫുമാണ്. ഫാഹിൻ ഓൾറെഡി മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റും ഒരു ആവറേജ് സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഉള്ളത് നമ്മുടെ ആർമാണ് സിനിമാറ്റോഗ്രഫി ചെയ്തത്. സിനിമാറ്റോഗ്രഫി എനിക്ക് കൊള്ളാമെന്ന് തോന്നി, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കാറ്റഗറീസൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്തേക്കുന്നത് രഞ്ജൻ എബ്രഹാമാണ്. എഡിറ്റിങ്ങും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതേപോലെ ഒരു പെർഫെക്ഷൻ ചിലയിടത്തൊന്നും കിട്ടിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ ഒരുപാട് VFX കാര്യങ്ങളൊക്കെ പടത്തിൽ കയറ്റിയിട്ടുണ്ട്. അതും എന്താ പറയുക, ആവറേജ് എന്ന ഒരു കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് ഷാനും അതേപോലെ തന്നെ ഗോപി സുന്ദറുമാണ്. പടം ഇറങ്ങിന് മുമ്പ് തന്നെ അഴിഞ്ഞാട്ടുന്നൊരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഈ സോങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതും പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഗോപി സുന്ദർ ചെയ്തേക്കണത്, ഓരോ നടന്മാർക്കുള്ളൊരു ഇൻട്രോ സ്കോറൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതും ഒരു മികച്ച നിലവാരത്തിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്താ പറയുക, പുള്ളി നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഒരു ബിലോ ആവറേജ് എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ആണെങ്കിലും. പിന്നെ ശ്രമിച്ചിട്ടുണ്ട് അത്ര തന്നെ. ഓക്കെ. പിന്നെ മെയിൻലി അഭിനയിച്ചേക്കുന്ന സ്റ്റാർസ് എന്ന് പറയുന്നത് ദിലീപ്, പിന്നെ ധ്യാൻ, വിനീത്, അതേപോലെ തന്നെ ബൈജു ചേട്ടനൊക്കെയാണ് ഇവരാണ് പടത്തിലുടനീളം കാണുന്ന ക്യാരക്ടേഴ്സ്. ഓക്കെ, നമുക്കിപ്പോൾ മൂവിയിലോട്ട് കിടക്കാം. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു തീർക്കാം, അത്ര തന്നെ. കാരണം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അപ്പോൾ പടത്തിന് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ദിലീപിനെ പറ്റി പറയുക എന്നുള്ള രീതിയിൽ കുറച്ച് ദളപതി ഫാൻസിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പിള്ളേരായിട്ട്. അപ്പോൾ അവർ ദിലീപിനെ പറ്റി ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദിലീപ് ആരാണ്, എന്താണ്, ഇപ്പം എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നാണ് ആ പിള്ളേരുടെ ഒരു ദൗത്യം. അവരത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്ലീഷയാണ്, കുറച്ച് മൂവി റെഫറൻസും ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാണ്ടാക്കി ചെയ്തു. പിന്നെ നേരെ ദിലീപിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് വരും. ദിലീപിൻ്റെ ഇൻട്രോ അത്യാവശ്യം കുഴപ്പമില്ല, കുറച്ച് റെഫറൻസ് ഉണ്ട് അതിനൊപ്പം തന്നെ. പിന്നെ പഴത്തുള്ളി ചവിട്ടാണ്ട് ദിലീപ് ക്രോസ് ചെയ്ത് വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഒരു പുതിയ തിരിച്ചറിവിലോട്ട് നടക്കുക എന്നുള്ളൊരു പ്ലോട്ടായിരിക്കും അതിൽ കാണിക്കാമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൽ ദിലീപിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് റഡാർ എന്നുള്ളൊരു കാര്യം ബേസ് ചെയ്തതാണ്. റഡാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാം ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യമാണ് റഡാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറിലാണ് പുള്ളി പോണതും ഈ ഒരു സിനിമയിൽ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അവിടെ നേരെ തന്നെ ബൈജു ചേട്ടനായ CM തട്ടിക്കൊണ്ട് പോകുന്ന കുറച്ച് രംഗങ്ങളൊക്കെയാണ്. അതിൻ്റെ നോബിച്ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. നോബിച്ചേട്ടൻ്റെ ക്യാരക്ടറൊക്കെ ഒരു ആവശ്യമില്ലാണ്ട് വെച്ച പോലെ എനിക്ക് തോന്നി. പുള്ളി ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ, എന്നാലും ഒരു ആവശ്യമില്ല. അവിടെ കുറച്ച് അനാവശ്യ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, ജസ്റ്റ് വന്നു പോകണം എന്നുള്ള രീതിയിലല്ലാണ്ട്. അപ്പോൾ അവിടെ നിന്ന് CM തട്ടിക്കൊണ്ട് പോവുക. CM തട്ടിക്കൊണ്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തമിഴ്നാട് നടിയായ ശരണ്യ എന്നൊരു പുള്ളിക്കാരി വരുന്നുണ്ട്. പുള്ളിക്കാരി ആദ്യം ദിലീപിന് അമ്മയായിട്ടാണ് തോന്നുന്നത്, പക്ഷെ അമ്മ അച്ഛനും ഓൾറെഡി മരിച്ചു പോകും. നമ്മുടെ KP സുരേഷിൻ്റെ മോൻ സിദ്ധാർത്ഥാണ് ദിലീപിൻ്റെ അച്ഛനായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ദിലീപിൻ്റെ അമ്മയുടെ ഒരു പുതുമുഖ നടിയാണ്, ആരാന്നറിയില്ല, കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇവർ മരിച്ചു പോണതിൻ്റെ ഒരു റിവെഞ്ച്, ഒരു മോട്ടീവായിട്ടാണ് ഇതിൽ പിന്നെ അടുത്ത രംഗങ്ങൾ മൊത്തം കാണിക്കുന്നത്. ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ റിവെഞ്ചിൻ്റെ കൊണ്ടുവന്ന മോട്ടീവൊക്കെ ഒരു ആവറേജ് ആണ്, കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അത്ര തന്നെയുള്ള. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ പിന്നെ വിനീത് വരാ, ധ്യാൻ വരാ, ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് പെട്ടെന്ന് തുടങ്ങി വരും. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയുന്ന 2 ക്യാരക്ടേഴ്സാണ് നമ്മുടെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. രണ്ടുപേരുടെ ഒരു കോംബോ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഹ്യൂമറും. വിനീതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അനാവശ്യ ഒച്ചപ്പാട് അല്ലെങ്കിൽ അനാവശ്യ കാറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വിനീതിൻ്റെ റോള് നല്ല രീതിയിൽ വിനീത് വർക്കൗട്ട് ആക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മൂവി കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് പോയി കാണാം. പിന്നെ ധ്യാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ധ്യാൻ്റെ ഹ്യൂമറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ, ഒരു വലിയ ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ പുള്ളിക്കുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹ്യൂമർ വർക്കൗട്ടുണ്ട്. പുള്ളീനെ വെച്ച് നല്ല രീതിയിൽ ഇതിനകത്ത് മാർക്കറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം പുള്ളീനെ ഇൻ്റർവ്യൂ ബേസിലാണ് പുള്ളി ഒരു സ്റ്റാറായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. പുള്ളി നല്ലൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സംസാരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഹ്യൂമറാണ് വർക്കൗട്ട് ആയത് ഇവരുടെ രണ്ടുപേരുടെയും വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ. നമ്മുടെ ദേവിജിയുണ്ട്, നമ്മുടെ അശോകനുണ്ട്, അതുപോലെ തന്നെ സെന്തിൽ എന്നൊരു ക്യാരക്ടറുണ്ട്. പുള്ളി ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. കുറച്ച് വളിപ്പാണെങ്കിലും പുള്ളിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുള്ളി ഹ്യൂമർ വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ അശോകൻ്റെ റോളാണെങ്കിലും പുള്ളിക്കാരനൊരു ഹ്യൂമറാണ്. ഇതെല്ലാം ദിലീപിൻ്റെ ഒരു പിങ്കാമീസാണ് ഇവരെല്ലാം ഈ സിനിമയിൽ. അതുപോലെ ബാലു വർഗീസ് ഉണ്ട്. ബാലു വർഗീസിൻ്റെ അമ്മയായിട്ടാണ് നമ്മുടെ ശരണ്യനകത്ത് കാണിക്കുന്നത്. ശരണ്യൻ്റെ മോനായിട്ടാണ് ബാലു വർഗീസ്. പുള്ളിക്കാരനൊരു ബ്ലൈൻഡാണ്. പുള്ളിക്കാരൻ്റെ റോളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് അനാവശ്യമായിട്ട് ദിലീപിൻ്റെ ഒരു പിങ്കാമയായിട്ട് വന്നത് നമ്മുടെ ഫാഹിം, പുള്ളിക്കാരനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. സ്ക്രിപ്റ്റ് ഒരു ആവറേജ് ആണ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചേക്കണം വളരെ ബോറായിട്ട് എനിക്ക് തോന്നി. ബാക്കിയുള്ള പടങ്ങളല്ല, ഈ ഒരു പടത്തിൽ എനിക്ക് ഒരു ആവശ്യമില്ലാത്ത ക്യാരക്ടറായിട്ടാണ് പുള്ളീനെ എനിക്ക് തോന്നിയത്.
വെറുതെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടും പോവുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു കോമഡി ഇറക്കണമെന്നും വർക്കൗട്ട് ആവാനുള്ള. സാൻഡി മാസ്റ്റർ ഉണ്ട്. സാൻഡി മാസ്റ്ററിന് ദിലീപിൻ്റെ പിൻഗാമിയായിട്ട് തന്നെ ദിലീപിൻ്റെ ഒരു കൂട്ടുകാരൻ അത്ര തന്നെ. അപ്പോൾ അങ്ങനെയാണ് സാൻഡി മാസ്റ്ററും വന്നത്. സാൻഡി മാസ്റ്ററിനകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, പക്ഷേ പുള്ളി ദിലീപിൻ്റെ ആളാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പടം തള്ളി നീക്കി കൊണ്ടുപോകും. അതിൻ്റെ ഇടയ്ക്ക് റിയാസ് ഖാനും വന്നിട്ടുണ്ട്. റിയാസ് ഖാൻ്റെ കുറച്ച് വളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിരിക്കാം, അത്ര തന്നെ. വളിപ്പാണെങ്കിൽ നമുക്ക് ചിരി വരും. കാരണം ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നോ ലോജിക് ഓൺലി മാറ്റേഴ്സ്. ആ ഒരു കോൺസെപ്റ്റിൽ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫണ്ണാണ്, ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ്. അത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ മൂവിനെ പറ്റി പറയുവാണെങ്കിൽ. അപ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് നടക്കുമ്പോൾ തന്നെ എൻ്റെ ലാലേട്ടൻ്റെ വരവാണ് മൊത്തം. ക്യാമിയോ ആയിട്ട് ലാലേട്ടനെ കൊണ്ടുവന്നത്. പുള്ളിക്കാരനൊരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ കുറച്ച് സ്വാഗും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ആവുന്നുണ്ട്. കുഴപ്പമില്ല, കുറച്ച് വളിപ്പാണ്, എന്നാലും നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിൽ ചിന്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പടത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാവും. പുള്ളി അങ്ങനത്തെ രീതിയിൽ തന്നെ പുള്ളി ചെയ്തേക്കണത്. ആ ഒരു സെൻസിൽ നിങ്ങൾ മൂവി കാണാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ആ പുള്ളിക്ക് കുറേ കാറും കാര്യങ്ങളൊക്കെ പുള്ളി പടത്തിന് കൊടുക്കുന്നുണ്ട്, കുറച്ച് കാറുകളൊക്കെ. അതിനകത്ത് ആ റെഫറൻസിൽ കാണിക്കുന്നുണ്ട് CID മൂസേൻ്റെ കാറ്, അതുപോലെ ഗില്ലിയിലെ കാറ്, പയ്യ സിനിമയിലെ കാറ്, പിന്നെ വേറെ ഏതൊക്കെയോ സിനിമയിലെ കുറേ കാറുകളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടിരുന്ന് പോവാം. അപ്പോൾ പിന്നെ ദിലീപ് നേരെ ഇവനെ കണ്ടുമുട്ടും, നമ്മുടെ മോഹൻലാലിനെ കണ്ടുമുട്ടും. പിന്നെ മോഹൻലാൽ അണ്ണൻ തമ്പി എന്നുള്ളൊരു മോളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അതിൽ ഫൈറ്റ് വന്നിട്ടുണ്ട്, ദിലീപിനെ പിടിക്കാൻ വേണ്ടി കുറച്ച് ബ്ലാക്ക് ഓപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകും. കുറച്ച് ബോറിംഗ് ആണ് ചില ടൈമിൽ, പക്ഷെ പടം പെട്ടെന്ന് അങ്ങോട്ട് പോകും കേട്ടോ. നമുക്ക് ലാഗും കാര്യങ്ങളും അധികം ഫീൽ ചെയ്യാനില്ല. എനിക്ക് ലാഗ് തോന്നിയേക്കുന്ന ഒരു സെക്കൻഡ് ഹാഫിൽ നിന്നാണ്. അത് നമ്മുടെ മോഹൻലാലിൻ്റെ ഇൻട്രോ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതൊക്കെ തന്നെയാണ്. പിന്നെ കൂടുതൽ പറയുന്നൊരു സ്പോയിലറായി പോകും, അതുകൊണ്ട് പറയാം. പിന്നെ ഇതൊരു ഫാമിലി ഓഡിയൻസിനുള്ളൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഫാമിലി ഓഡിയൻസിന് ഈ ഒരു മൂവി ഒട്ടും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ പോലുള്ളവർക്കൊക്കെ ചിലപ്പോൾ വർക്കൗട്ട് ആവും, ചിലപ്പോൾ വർക്കൗട്ട് ആവാണ്ടിരിക്കാം. പടം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ, ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ക്യാമിയോ, ഒരു തമിഴ് ക്യാമിയോ കൂടി ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് ക്ലൈമാക്സിലാണ് എഴുതി കാണിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്ന മൊത്തം സ്പോയിലറായി പോകും. പിന്നെ റെഫറൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അറിഞ്ഞും പറഞ്ഞും റെഫറൻസ് ഉണ്ട്, ഒരുപാട് റെഫറൻസ് കുത്തിക്കീറ്റിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. റെഫറൻസിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ മിസ്റ്റർ ബട്ട്ലറിൻ്റെ പാട്ട്, ഗോപാലൻ, ആ ഒരു പാട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ ദാന്തിനക്കം ദിന്ന ആ ഒരു പാട്ടുണ്ട്. പിന്നെ നമ്മുടെ മണിച്ചേട്ടൻ്റെ സോണാനി ഒന്നാണ് ആ പാട്ടും ഉണ്ട്. റിമിക്സ് ആയിട്ട് അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, അതിലൂടെ തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചെറിയൊരു വളിപ്പായിട്ട് തോന്നിയെങ്കിലും കണ്ടിരിക്കുക, അത്ര തന്നെ. ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് അത്ര തന്നെ ഉള്ളൂ ഈ മൂവിയിൽ. പിന്നെ ഒരുപാട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. കാരണം ദിലീപിൻ്റെ കുറച്ച് ഹേറ്റേഴ്സ് ഇതിനകത്ത് വന്ന് ബ്ലാ കുറേയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, കമൻസും റിവ്യൂസൊക്കെ ആയിട്ട്. മാക്സിമം ഡീഗ്രേഡ് ചെയ്യാണ്ട് പടം ഒന്ന് പോയി കാണുക. ചിലവർക്ക് വർക്കൗട്ട് ആവും, ചിലവർക്ക് വർക്കൗട്ട് ആവില്ല. റിവ്യൂ കണ്ടു പോകാനതിന് പകരം നിങ്ങൾ തന്നെ ഒന്ന് പോയി കണ്ട് പടത്തിനെ പറ്റി പറയാം. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം, അത്ര തന്നെ. കാരണം പറഞ്ഞാൽ നോ ലോജിക് ഓൺലി മാഡ്നസ്, അത്രേ ഉള്ളൂ മൂവിയിൽ. അപ്പോൾ ആ ഒരു പ്ലോട്ടിൽ കാണുക, അല്ലാണ്ട് ഒരു കഥയോ കാര്യങ്ങളൊക്കെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ പടത്തിൽ. അങ്ങനെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് അത്ര തന്നെ. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, ബൈ ഗൈസ്.